എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെ ഇന്ന് നയിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. കാര്യങ്ങൾ അതാണ് എല്ലാവർക്കും വിശ്വാസികൾക്കുമൊക്കെ വ്യക്തമാക്കി തരുന്നത്. ഒരു പൈശാചിക ശക്തികൾക്കും തൊടാൻ കഴിയാത്ത തരത്തിൽ തന്റെ പരിശുദ്ധരിലൂടെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ്. വത്തിക്കാൻ ന്യൂൻഷോ വഴി മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയ കൽപ്പനയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ. സഭയിൽ ശീഷ്മയ്ക്ക് സ്ഥാനമില്ലെന്നും വിമതർ, എതിർപ്പുള്ളവർ, റിബലുകളൊക്കെ പുറത്തു തന്നെയാണെന്നുമാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ കേൾക്കുന്ന വാക്കുകൾ എന്താണ്? എന്തായാലും വേദനാജനകം തന്നെയാണ്. പട്ടം വാങ്ങിയ കൊച്ചച്ഛന്മാർ അനുസരണ വൃത്തം എടുക്കില്ല എന്നാണ് വിമതർ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ട കൊച്ചച്ഛന്മാരുടെ ചിലത് പറയാനുണ്ട്. നിങ്ങളോടൊക്കെ സഭയ്ക്കും വിശ്വാസികൾക്കും ചിലത് പറയാനുണ്ട്. നിങ്ങൾ അതിപുരാതനായ ക്രൈസ്തവ പൈതൃക പാരമ്പര്യമുള്ള പരിശുദ്ധ സീറോ മലബാർ സഭയോടും അതിൻ്റെ നേതൃത്വത്തോടും അനുസരണമുള്ള വിശ്വാസികളായി ഞങ്ങളുടെ മക്കളും സഹോദരങ്ങളുമായാണ് സഭയിലേക്ക് വന്നത്. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളും സഭയ്ക്കെതിരായ വിഭാഗങ്ങളല്ലെന്ന് വ്യക്തമായി അറിയാം. അവർ സഭയ്ക്കൊപ്പമാണെന്ന് വ്യക്തമാണ്. പരിശുദ്ധാത്മാവിനെ രാപ്പകലില്ലാതെ വിളിച്ചപേക്ഷിച്ച് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് മാതാപിതാക്കൾ പട്ടം നേടാൻ നിങ്ങളെ അർഹരാക്കി മാറ്റിയത്. മനുഷ്യരിടപെടുന്ന എന്തിനുമെന്ന പോലെ സഭാ നേതൃത്വത്തിലും തെറ്റുകൾ വരാം. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് തിരുത്തുന്നതിലാണ് മഹത്വം. എന്നാൽ സ്വന്തം വീട്ടിലെ ഈ തിരുസഭയിലെ തെറ്റ് തിരുത്താൻ റോഡിൽ ഇറങ്ങി സമരം ചെയ്ത് പരിഹാരത്തിന് ശ്രമിച്ചവർ ഇന്ന് സഭയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു വഴിയില്ല. ഇപ്പോഴെന്താണ് അവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത്? പട്ടം നേടിയ 8 അച്ഛന്മാരും അനുസരണ വ്രതത്തോട് തിരിഞ്ഞു നിൽക്കുമത്രേ. അങ്ങനെ അല്ലാതാകാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ആയാൽ അവർക്കും വത്തിക്കേണ്ട നടപടികൾ ബാധകമാണെന്ന് കൊച്ചച്ചന്മാർ ഓർക്കണം. അവർ വിമതക്കൂട്ടങ്ങളുടെ കൂടെ ഇങ്ങനെ തെരുവിൽ അനാഥരാകാനല്ല നിങ്ങൾ കഠിനമെങ്കിലും ദൈവികമായ സന്യാസവ്രതം തിരഞ്ഞെടുത്തത്. ഇതിനല്ല, മറിച്ച് അനേക വിശ്വാസികൾക്ക്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് സൽജീവിതത്തിന്റെ മാതൃകയായി സഭാ സമൂഹത്തിന്റെ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നാകാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. സിറോ മലബാർ സഭയുടെ ക്രൈസ്തവ നസ്രാണി പൈതൃകത്തിന്റെ പിന്തുടർച്ചക്കാരായി സഭാ നേതൃത്വത്തിലേക്ക് ആനയിക്കപ്പെടാനാണ് നിങ്ങളുടെ നിയോഗം. അങ്ങനെയാണ് നിങ്ങൾ ആകേണ്ടത്. നിങ്ങളുടെ വീടുകളും കുടുംബവും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഒക്കെ അതിനുവേണ്ടിയാണ്. നിങ്ങൾ ആകേണ്ടത് അതുതന്നെയാണ്. ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന വിമത വൈദികർക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ഒരു സഭയും അൾത്താരം നൽകില്ല എന്നുറപ്പാണ്. ദൈവവിളി വിട്ട് കുടുംബസ്ഥരായി പോകുന്നതായിരിക്കും ഇതിലും അവർക്ക് നല്ലത്. പക്ഷേ അവർ പോകുന്നത് നമ്മുടെ രൂപതയെ പൊളിച്ചിട്ട് മറ്റൊരു വീട്ടിലേക്കാണെന്നുള്ള ഓർക്കണം. അതും വഴിമുണ്ട്. പാസ്റ്റർ എന്ന് വിളിക്കാൻ പോലും പറ്റാതെ, എന്നാൽ പാസ്റ്ററുടെ കർത്തവ്യങ്ങൾ പോലും ചെയ്യാനാകാതെ ഏത് ലോഹയിടും ഇവരിനി എന്നാണ് ചോദ്യം. ഇവരുടെ വീട്ടുകാർ പോലും ഇവരെ വീട്ടിൽ കയറ്റിയിരുത്തില്ല എന്ന് ഉറപ്പായി. നമ്മുടെ സഭ എക്കാലവും സ്വയം നവീകരണക്ഷമവും സ്വയം വിശദീകരണക്ഷമവുമാണെന്നും അതാണ് തെറ്റുതിരുത്തലിലെ സഭാത്മക മാർഗമെന്നും സഭാവിജ്ഞാനീയത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വ്യക്തമാണ്. കൊച്ചച്ചന്മാരെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ 50 ലക്ഷം വിശ്വാസികളും ദൃഢപ്രതിജ്ഞ എടുത്തവരാണ്. സ്നേഹത്തോടും വൈദികരെന്ന ബഹുമാനത്തോടെയും ഞങ്ങളും സഭാ നേതൃത്വം അടങ്ങിയ 50 ലക്ഷം നസ്രാണികൾ നിങ്ങളെ സഭാ നേതൃത്വത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കരുണാമയനായ ഈശോയോട് സഭയിലെയും അതിലെ കണ്ണികളായ നമ്മൾ ഏവരെയും, കൊച്ചച്ചന്മാരെ നിങ്ങളടക്കം, നന്മയിൽ നിലനിർത്താൻ ലോകരക്ഷയുടെ ക്രൈസ്തവ പ്രേക്ഷ്യത്തിലേക്ക് ഏർപ്പെടാൻ യോഗ്യരാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. പ്രാർത്ഥന മനസ്സ് നിറയുകയാണ്. കൊച്ചച്ചന്മാരാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ അനുസരണ വഴി തന്നെ പോകണം. ഒരു അപേക്ഷയാണ്. അല്ലെങ്കിൽ വിമത വൈദികർക്ക് പറ്റാൻ പോകുന്നത് പോലെ ജീവിതം വഴിമുട്ടിപ്പോകുമെന്നാണ് സഭയിലെ മറ്റു കൊച്ചച്ചന്മാരോട് പോലും ഞങ്ങൾക്ക് പറയാനുള്ളത്.